വെൽക്കം ബാക്ക് ഡിയേഴ്സ്. ഇന്ന് നമുക്ക് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ചിക്കൻ ഡോണറ്റിൻ്റെ റെസിപ്പി നോക്കിയാലോ. ഈ ചിക്കൻ ഡോണറ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 250 ഗ്രാം ബോൺലെസ് ചിക്കൻ ഒരു മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് വേവിച്ചത് ചെറിയ കഷ്ണങ്ങളാക്കിയത് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവാള, 1/2 കപ്പ് മല്ലിയില, എരിവിന് വേണ്ടിയിട്ട് 2 പച്ചമുളക്, 1/2 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് അതായത് ചതച്ച മുളക്. ഇനി ഇതിലേക്ക് 2 ബ്രെഡ് സ്ലൈസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ബ്രെഡ് നമുക്കൊന്ന് ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കൊണ്ടുവരണം. ഒരു ഫുഡ് പ്രോസസ്സർ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും കേട്ടോ. ഇപ്പോൾ എൻ്റെ മിക്സ് ഇവിടെ തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. പച്ചമുളകൊന്നും അങ്ങനെ തനി പേസ്റ്റ് പോലൊന്നായിട്ട് അരഞ്ഞിട്ടൊന്നുമില്ല. ഈ ഒരു പാകമാണ് ഇതിന് വേണ്ടത്. ഇനി നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു മിക്സ്, ചിക്കനും ബ്രെഡും പൊട്ടറ്റോയും എല്ലാം ചേർന്നിട്ടുള്ള ഈ ഒരു മിക്സ് ഞാൻ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. നമ്മൾ ഈ ചിക്കനിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം ആവശ്യത്തിനുള്ള ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇത്ര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ചിട്ട് നമുക്ക് എരിവൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഞാൻ ആദ്യം തന്നെ 2 പച്ചമുളക് ചേർത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുരുമുളകും ചേർത്തിട്ടുണ്ട്, ചതച്ച മുളകൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ മിക്സ് നമ്മൾ തയ്യാറാക്കി വരുമ്പോൾ കുറച്ച് ലൂസായിരിക്കും. അതായത് ചിക്കനിലും അതേപോലെ തന്നെ മല്ലിയില, സവാള ഇതിലൊക്കെയുള്ള വെള്ളാംശം നന്നായിട്ട് ഈ മിക്സിനകത്ത് ഉണ്ടാവും. അപ്പോൾ അത് നമുക്കൊന്ന് കുറച്ച് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ മൈദ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ചുകൂടി മൈദ വേണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ മൈദയാണ് മൊത്തം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് ഒരുപാട് ടൈറ്റ് ആവാനും പാടില്ല, എന്നാൽ ഒരുപാട് ലൂസ് ആവാനും പാടില്ല. ഒരുപാട് ടൈറ്റ് ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ കൺസിസ്റ്റൻസി തന്നെ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇതൊന്ന് ക്ലിംഗ് റാപ്പ് ചെയ്തിട്ട് 1/2 മണിക്കൂർ നമുക്ക് ഫ്രീസറിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുത്ത് കൊണ്ടുവരാം. ഫ്രീസറിൽ ഒരു 1/2 മണിക്കൂർ വെച്ച് കഴിയുമ്പോഴേക്കും ഇതൊന്ന് കുറച്ച് ഹാർഡായിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിത് പിടിക്കാൻ കുറച്ചുകൂടി എളുപ്പമുണ്ടാവും. 1/2 മണിക്കൂർ കഴിഞ്ഞ് ഇതൊന്ന് പുറത്തേക്ക് എടുക്കാം. എന്നിട്ട് 2 കൈയിലും എണ്ണ തടവാം. ഇനി ഇതിൽ നിന്ന് ഒരു മീഡിയം സൈസിലുള്ള ബോൾസ് നമുക്ക് എടുക്കാം. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ഏകദേശം ഒരു റൗണ്ട് ആയിട്ടുള്ള ഷേപ്പ് വരെ നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എത്രത്തോളം കനം വേണം എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ചിട്ട് തീരുമാനിക്കാവുന്നതാണ്. ഒരുപാട് കനം കുറച്ച് പരത്തേണ്ട ആവശ്യമില്ല കേട്ടോ. അത്യാവശ്യം കുറച്ച് കട്ടി വേണം. ഞാനിപ്പോൾ ഇവിടെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ ക്യാപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് ഉപയോഗിച്ചിട്ട് ഇതുപോലെ നടുക്കൊന്ന് പ്രസ് ചെയ്ത് ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൈ ഉപയോഗിച്ചിട്ട് തന്നെ ഹോൾ ഉണ്ടാക്കി കൊടുത്താലും മതി. പക്ഷേ ഇതുപോലെ ഒരു ക്യാപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഹോൾ ഉണ്ടാക്കുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇതിൻ്റെ ഷേപ്പ് കിട്ടുന്നതാണ്. ഇനി നമുക്ക് കൈകൊണ്ട് ചെറുതായിട്ട് ഒന്നുകൂടി ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു മുട്ട ഒന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് ബ്രെഡ് ക്രംസും എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഡോണറ്റിനെ മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. 2 വശവും നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഈ ബ്രെഡ് ക്രംസിലിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. എല്ലാ വശത്തും ബ്രെഡ് ക്രംസ് നന്നായിട്ട് കോട്ടാവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കയ്യിൽ വെച്ചിട്ട് നമുക്ക് ഒന്നും കൂടിയിട്ട് ഒന്ന് പ്രസ് ചെയ്തൊക്കെ കൊടുക്കാം. എന്നിട്ട് നമുക്കിത് സൈഡിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ഡോണറ്റ്സും ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഓരോ പ്രാവശ്യവും നമ്മൾ കൈമേ എണ്ണ പുരട്ടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഈ മിക്സൊക്കെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഡോണറ്റിന് ആ പെർഫെക്റ്റ് ആയിട്ടുള്ള ഷേപ്പും നമുക്ക് കിട്ടില്ല. കട്ട്ലേറ്റൊക്കെ പോലെ ഒരുപാട് ടൈറ്റ് ആയിട്ടുള്ളൊരു മിക്സ് അല്ല ഈ ഡോണറ്റിൻ്റേത്. അത് കാരണമാണ് കയ്യിൽ എണ്ണ തടവണമെന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞത്. അതേപോലെ തന്നെ ഹോളൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴും സൂക്ഷിക്കുക. പെർഫെക്റ്റ് ആയിട്ട് പൊട്ടിപ്പോകാതെ മാക്സിമം നോക്കുക കേട്ടോ. ഈ ഡോണറ്റ് നമ്മൾ പിടിച്ചെടുക്കുമ്പോൾ പൊട്ടിപ്പോവാണെന്നുണ്ടെങ്കിൽ ഇത് വറുത്തെടുക്കുമ്പോഴും പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ മിക്സ് ഒന്ന് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഒന്നുകൂടി കുഴച്ചതിന് ശേഷം മാത്രമാണ് ഷേപ്പ് ചെയ്യാൻ പാടുള്ളൂ. അക്കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇവിടെ എല്ലാ ഡോണറ്റ്സും വറുക്കാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 മണിക്കൂർ കൂടി ഫ്രീസറിലൊന്ന് വെച്ചിട്ട് വറുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. അപ്പോൾ ഷേപ്പൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഞാനിപ്പോൾ ഫ്രീസറിലൊന്നും വെക്കാതെ ഡയറക്റ്റായിട്ട് തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഓയിൽ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഓരോ ഡോണറ്റായിട്ട് സൂക്ഷിച്ച് എടുത്ത് എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കാം. ഈ ഡോണറ്റ്സ് എണ്ണയിൽ നന്നായിട്ട് മുങ്ങിക്കിടക്കുകയും വേണം. അതേപോലെ തന്നെ ഈ ഡോണറ്റ്സ് വറുക്കുമ്പോൾ ഒരുപാട് കുത്തി നിറച്ച് വറുക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. 1, 2 അല്ലെങ്കിൽ മാക്സിമം 3 വരെയൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ചീനച്ചട്ടിയുടെയൊക്കെ വലുപ്പത്തിനൊക്കെ അനുസരിച്ചിട്ട് മാത്രമാണ് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ.
ഇതിൻ്റെ ഒരു വശം നന്നായിട്ട് വെന്ത് കഴിഞ്ഞ് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് വശവും ഒരുപോലെ വെന്ത് നന്നായി മൊരിഞ്ഞ് ഗോൾഡൻ ബ്രൗൺ കളറിട്ട് വന്നു കഴിയുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വയ്ക്കാം. ഇപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് നമ്മുടെ ചിക്കൻ ഡോണറ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ഡോണറ്റും വറുത്തെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ സ്പാറ്റില ഉപയോഗിച്ചിട്ടാണ് ഡോണറ്റ്സ് വറുത്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കാരണം തന്നെ ഷേപ്പൊക്കെ പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ ഇതാ ഡോണറ്റ്സൊക്കെ ഇവിടെ നന്നായിട്ട് പെർഫെക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഒരേപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുള്ളത് കൊണ്ടാണ് ഉള്ളൊക്കെ ഒരു മഞ്ഞ കളറിലിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇത് ടൊമാറ്റോ കെച്ചപ്പ് അല്ലെങ്കിൽ മയണൈസിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി കോമ്പിനേഷനാണ്. ഇത്തവണ ഇഫ്താറിന് നോമ്പ് തുറക്കാനായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. കുട്ടികൾക്കൊക്കെ 4 മണിക്ക് ചായയുടെ ഒപ്പം കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ വീണ്ടും വേറൊരു അടിപൊളി റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.